നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നു. നിങ്ങളെ കൊണ്ട് കളിക്കാൻ കൊള്ളില്ല, ഞാൻ ഈ ഷോ ഇവിടെ വെച്ച് നിർത്തുകയാണ്, നിങ്ങളിൽ നിന്ന് ഇനി ഒരു കോണ്ടന്റും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. വന്ന അന്ന് മുതൽ നിയമം തെറ്റിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസിനെ കൊണ്ട് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന തീരുമാനം എടുപ്പിച്ചത്. നമുക്കറിയാം, ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരാർത്ഥികൾ വന്നപ്പോൾ തന്നെ അവരുടെ ബാഗുകളൊക്കെ പണിപ്പുരയിൽ വാങ്ങി വെച്ചിരുന്നു. കളിച്ച് ജയിക്കുന്നവർക്കാണ് അവിടെ എന്ത് കൊടുത്തിരുന്നത്? ഈ ഒരു ബാഗുകൾ കൊടുത്തിരുന്നത്. അതിൽ തന്നെ ബാഗ് കിട്ടിയ, ബാൻഡ് സ്വന്തമാക്കി ബാഗ് കിട്ടിയ മത്സരാർത്ഥികൾ തങ്ങളുടെ ബാഗിലുള്ള കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്കും മറ്റും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് പലതവണ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ് അവരെ ചോദ്യം ചെയ്തെങ്കിലും അന്നൊക്കെ ഇതര മത്സരാർത്ഥികളെല്ലാം വായിൽ പഴം വിഴുങ്ങിയ മട്ടിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു കിടിലൻ തീരുമാനത്തിന് മുമ്പിൽ അവരൊക്കെ ഞെട്ടി പകച്ചു നിൽക്കുന്നത്. ഇവിടെ ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു നിയമത്തെ തീരെ നിസ്സാരമാക്കിയെടുത്തത് ആദിലയും നൂറയുമാണ്. അവർ മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം അവർ ബാൻഡ് കിട്ടിയവരാണ്. തങ്ങളുടെ കയ്യിലെ ലിപ്സ്റ്റിക്ക് അതുപോലെ മറ്റു കോസ്മെറ്റിക്സുകളൊക്കെ വിതരണം ചെയ്തു. ബിഗ് ബോസിൻ്റെ ഈ ഒരു ഭീഷണിക്ക് മുമ്പിലാണ് ആദിലയും നൂറയും ഇവിടെ കുറ്റം സമ്മതിക്കുന്നതും. ഇന്ന് രാവിലെ എണീറ്റപാടെ ജിസയിലും ആദിലയുടെ ആ ഒരു ബാഗ് തുറന്ന് ലിപ്സ്റ്റിക് എടുത്ത് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ 8ന്റെ പണി കിട്ടി ഞെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പണിയുമായി ബിഗ് ബോസ് വീണ്ടും ലൈവിൽ അവരടുത്തെത്തുന്നു. കാരണം ബിഗ് ബോസ് ഇവിടെ നേരിട്ട് 6 പേരെ നോമിനേറ്റ് ചെയ്യാൻ മത്സരാർത്ഥികളോട് പറയുകയാണ്. അവർക്കായി മാത്രം ഒരു മിഡ് വീക്ക് എവിക്ഷനും വെച്ചിരിക്കുന്നു. ആ 6ൽ തങ്ങളില്ലെന്ന് ഓരോരുത്തരായി മറ്റ് മത്സരാർത്ഥികളുടെ മുമ്പിൽ തങ്ങളുടെ മേന്മകൾ എടുത്തു കാണിച്ച് പ്രസന്റ് ചെയ്യണം. നിലവിലെ ക്യാപ്റ്റനായ ഷാനവാസ്, കഴിഞ്ഞ വീക്കിൽ സ്പെഷ്യൽ പവർ നേടിയ അക്ബർ ഖാൻ, ഇവർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ ഒരു സെൽഫ് പ്രസൻറ്റേഷനിൽ വരണമെന്നും ഇവരിൽ നിന്നായിരിക്കും ഈ 6 പേരെ ചൂസ് ചെയ്യുക എന്നും അതിൽ നിന്ന് 2 പേരെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഹൗസിന് പുറത്താക്കുമെന്നും ബിഗ് ബോസ് ലൈവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ അതുമായി ബന്ധപ്പെട്ട് ഓരോ മത്സരാർത്ഥികളും തങ്ങളെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന വിഷ്വലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.